അപ്പോഴാണ് ഇത്തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ. ദുരന്തം അല്ല കാണിച്ചതായിരിക്കട്ടെ, പക്ഷെ നമ്മൾ പരീക്ഷിക്കുകയാണല്ല. കാരണം സമ്പത്ത് കൊണ്ടോ ആരോഗ്യം കൊണ്ടോ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പഠിച്ചവരെ ഒരു ദിവസം ഒരൊറ്റ രാത്രി കൊണ്ട് എല്ലാ സ്വപ്നങ്ങളും അവസാനിപ്പിച്ച് മണ്ണോട് മണ്ണായ കുറേ മനുഷ്യർ പല കഷ്ടങ്ങളായിട്ട് നമ്മൾ കണ്ടു. മോർച്ചറിയിൽ ഞാൻ പോയി നോക്കിയത് മനുഷ്യരാണോ കെടുക്കുന്നതെന്നുള്ള നമ്മൾ അറവശാലയെ കൊണ്ടിട്ട മാതിരിയുള്ള അവസ്ഥയിൽ പല കോടികളെ കഷ്ടങ്ങളായിട്ട് പല സങ്കടം കരയാനുള്ള മനസ്സുപോലും നമുക്ക് ഇല്ലാതായി. കാരണം അത്രയും ഇത് കണ്ടപ്പോ എന്തൊരു അവസ്ഥയാണ് റബ്ബേ എന്നുള്ള ചോദ്യം. അല്ലാ നമുക്ക് അവർക്കൊക്കെ സ്വർഗത്തിന് ഉന്നത സ്ഥാനം കൊടുക്കും. പക്ഷെ നമുക്ക് ഇരുത്താനും ചിന്തിക്കാനും നല്ല മനുഷ്യനായി ജീവിക്കാനുള്ളൊരു സാഹചര്യമാണ് റബ്ബ് ആ വാണി കാണിച്ചത്. കൊറോണ കാണിച്ചത് നമുക്ക് ഇഷ്ടം പോലെ അനുഭവം. പണം കൊണ്ട് കാര്യമില്ല. അല്ല തന്നെ ഈ ഓക്സിജൻ വെറുതെ നമ്മൾ ദിവസം എത്രയോ വട്ടം ഊതി വിടുന്നുണ്ട്. ഇത് 2 മിനിറ്റ് റബ്ബാണ് നിർത്തിയോണ്ടേ. പണത്തിന്റെ അഹങ്കാരത്തിന്റെ നൂറത്തിന്റെ ഒക്കെ അവിടെ നിൽക്കൂലേ. ഏതായാലും ഇൻഷാല്ലാ അന്ന് ഇങ്ങനെ പുണ്യപ്രവൃത്തിയിൽ വരാനും നമുക്ക് നമ്മളെ ചോദ്യങ്ങളെ മുണ്ടക്കൈക്കാർക്കുള്ള ഈ സാഹചര്യം ഒരുക്കി കൊടുത്ത് അതിന് സഹകരിച്ച ഒരു വാക്കുകൊണ്ട് പോലും പറഞ്ഞ ആളുകൾക്ക് റബ്ബ് ഈ ലോകത്തെ അതിന് പ്രതിഫലം കൊടുക്കട്ടെ പ്രാർത്ഥിക്കണം. അൽക്കൗസർ ഉലമാ കൗൺസിൽ എന്ന മഹത്തായ പ്രസ്ഥാനത്തിൽ ഏതാണ്ട് 600ഓളം ഉലമാക്കളാണുള്ളത്. ഈ ഉലമാക്കളുടെ കൂട്ടത്തിലും വിഷമം അനുഭവിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി ഒരു ക്ഷേമനിധി കമ്മിറ്റി രൂപീകരിക്കുകയും സജീവമായി പ്രവർത്തനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ചെയർമാൻ ബഹുമാനപ്പെട്ട സലീം കൗസരി അവർ ഇൻഷാ അല്ലാഹ് ആശംസ അർപ്പിക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യനായ അൽ കൗസർ ഉലമാ കൗൺസിലിന്റെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ മാലിക്ക ഇബ്രാഹിം മൗലവി പിന്നെ പലരും പരിചയപ്പെട്ടവരാണ്. എന്റെ ചെറുപ്പമുള്ള സുഹൃത്ത് ഷിഹാബുദ്ദീൻ മൗലവി മറ്റ് അൽ കൗസർ ഉലമാ കൗൺസിലിന്റെ വലിയ വലിയ നേതാക്കന്മാരാണ് ഈ മുമ്പിലിരിക്കുന്ന പലരും. എല്ലാവരോടും അതേപോലെ നാട്ടുകാർ സഹോദരങ്ങളും വലിയൊരു പരിശ്രമത്തിന്റെ പിന്നിലാണ് ഞങ്ങൾ സംസാരിച്ചവരെന്ന് മനസ്സിലായില്ല. ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ നടപ്പിലാക്കാൻ കഴിയുന്നില്ല. ഇനിയും സഹായത്തിന് അർഹരായ ഒരുപാട് ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും മുന്നോട്ട് പോകുമ്പോൾ കഴിയുന്ന രൂപത്തിൽ ഞങ്ങളുടെ ഭാഗത്തുള്ള സഹായങ്ങൾ ഉണ്ടാകും. ഇവിടുത്തെ സംഭവങ്ങളെ സംബന്ധിച്ച് മുൻ സംസാരിച്ചതെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. ബഹുമാന്യരായ സഹോദരന്മാരോട് സഹോദരിമാരോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുള്ളത് നിങ്ങളുടെ മഹത്തായ ദുആയിൽ ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണം. നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ ഞങ്ങളെ കൂടെ ചേർത്ത് പുറകെ. ഞങ്ങളുടെ പണ്ഡിത സംഘടനയാണ് അൽ കൗസർ ഉലമാ കൗൺസിൽ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല പള്ളികളിലും ഖത്തീബുമാരും മുദരിസുമാരുമായി സേവനം ചെയ്തു വരുന്നു. അതുപോലെ തന്നെ ബിസിനസ്സുകാരുണ്ട്, ഗൾഫിൽ ജോലി ചെയ്യുന്നവരുണ്ട്, ഗൾഫിൽ ബിസിനസ് ചെയ്യുന്നവരുണ്ട്. ഈ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ഒരുപാട് അവശത അനുഭവിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ അൽ കൗസർ ഉലമാ കൗൺസിൽ ക്ഷേമനിധി എന്ന് പറയുന്ന ഒരു സംരംഭം നടപ്പിലാക്കുകയും അതിന്റെ വലിയ പരിശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങളെല്ലാ കൂട്ടത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി ആവശ്യമാവുന്ന സഹായങ്ങൾ ചെയ്യാം. ഞാൻ അൽ കൗസർ ഉലമാ കൗൺസിൽ ക്ഷേമനിധി ചെയ്യുകയും ഇതിനും ഒരേ ഉസ്താദന്മാരുടെ നേതൃത്വം നൽകുന്നു. ഞങ്ങളെല്ലാവരും ഈ ഉസ്താദന്മാരെയും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും നിങ്ങളുടെ ദുആകളിൽ ഉൾപ്പെടുത്തണമെന്ന് നിങ്ങളോട് ഓരോരുത്തരും അപേക്ഷിച്ചുകൊണ്ട് ഈ മഹത്തായ സദസ്സിനും ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാവർക്കും എല്ലാ ആശംസകൾ അർപ്പിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനിയും 2-3 പേരുടെ ആശംസകളോടുണ്ട്. എല്ലാവരും പ്രസംഗിക്കാനും പ്രഭാഷകരും ഒക്കെയാണ്. ഇവിടെയിരിക്കുന്ന പണ്ഡിതന്മാരെല്ലാം വലിയ വലിയ പള്ളികളിലെ ഇമാമികളും വലിയ പ്രഭാഷകരുമാണ്. സമയക്കുറവുകൊണ്ട് ഇൻഷാ അല്ലാഹ് 1-2 പേരെ മാത്രം നമുക്ക് ഇനിയും ആശംസയ്ക്ക് വേണ്ടി ക്ഷണിക്കുകയാണ്. വളരെ വിദൂരത്ത് നിന്ന് തിരുവനന്തപുരത്തു നിന്നൊക്കെ യാത്ര ചെയ്ത് ഞങ്ങൾ ഏതാണ്ട് 500-550 തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ടുള്ള തിരുവനന്തപുരത്ത് വരുന്നത്. അപ്പൊ അത്രയും ദൂരെ നിന്ന് വന്നു. ഞങ്ങൾ ഇന്നലെ വന്ന കോഴിക്കോട് രാമനാട്ടുകരയിലുള്ള വൈറ്റ് ഹൗസ് എന്ന് പറയുന്ന ഹോട്ടലിൽ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സുഹൃത്ത് കൗസരി പണ്ഡിതനായ മഹമൂദ് ഇരിപ്പുണ്ട്.
അദ്ദേഹത്തിന്റെ ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ച് എല്ലാവരും കൂടി കുറിച്ചായി ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ സ്ഥാപനത്തെയും അഭിവൃദ്ധിയിലേക്ക് ഉയരത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ. എല്ലാ നിലയിലുള്ള ബർക്കത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജമിയത്തുൽ ഉലമായ ഹിന്ദിന്റെ വയനാട് ജില്ലാ പ്രസിഡന്റ് നഈം സാഹിബ്. പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും. ആദ്യമായി ഈ വയനാട്ടിലെ പ്രദേശത്തൊരു അല്ലാഹുവിൻ്റെ ഒരു വലിയ പരീക്ഷണം ഉണ്ടായപ്പോൾ അതിലൊരുപാട് മനുഷ്യർ വളരെ പ്രയാസത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരുപാട് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് ആശ്വാസവുമായി ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട പണ്ഡിതന്മാർ. നേരത്തെ ആസർമാനിക്ക സംസാരത്തിനിടയിലൂടെ ഒരു കാര്യം സൂചിപ്പിച്ചു. നമുക്ക് ഒരുപാട് ഉസ്താദുമാരെയും പണ്ഡിതന്മാരെയും ഒക്കെ കാണാറുണ്ടെങ്കിലും തങ്ങളുടെ ആരോഗ്യവും സമ്പത്തും ഒക്കെ മറ്റു പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി അങ്ങോട്ട് കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് വരുന്ന ഒരു വലിയ കാഴ്ചയാണ് നമ്മൾ ഈ കഴിഞ്ഞൊരു വർഷം ഒരുപാട് തവണകളിലായിട്ട് ഇയാൾക്ക് പറഞ്ഞതുപോലെ പെട്ടിക്കടകൾ ആവശ്യമുള്ളവർക്ക് പെട്ടിക്കടകൾ കൊടുത്തിട്ടുണ്ട്. തൊഴിലുപകരണങ്ങൾ ആവശ്യമുള്ളവർക്ക് അവർക്ക് എന്താണോ തൊഴിലുപകരണം അത് കൊടുത്തിട്ട് വാഹനങ്ങളാണെങ്കിൽ അങ്ങനെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ കണ്ടറിഞ്ഞുകൊണ്ട് ആ ആവശ്യങ്ങൾക്ക് സഹായിക്കാൻ ശരിക്കും നമ്മളിങ്ങനെ ചരിത്രത്തിന്റെ ഓരോ ഏടുകളൊക്കെ വായിച്ചു പോകുമ്പോൾ പഴയകാലത്തെ ദാവാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ ഓരോ നാടുകളിലേക്ക് പോയ കഥകളൊക്കെ വായിക്കുമ്പോൾ മാലിക് ദിനാറും റളിയല്ലാഹു അൻഹു അനുയായികളും ഒക്കെ കേരളത്തിലേക്ക് കടന്നു വന്ന ആ കാലഘട്ടത്തിലൊക്കെയുള്ള കഥകളൊക്കെ വായിച്ചു നോക്കുമ്പോൾ അതിലൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് അവരുടെ ജീവിതം കണ്ടിട്ട്, അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട്, അവരുടെ സ്വഭാവവും അവരുടെ മറ്റ് കാര്യങ്ങളും കണ്ടിട്ടാണ് മറ്റാളുകൾക്കിടയിൽ ഇവര് കൊള്ളാവുന്നവരാണ്, ഇവര് വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ്, ഇവര് നല്ല മനുഷ്യരാണ്, ഇവര് ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ദീനിലേക്ക് ധാരാളം ആളുകൾ കാണുന്നു. സത്യത്തിൽ തെക്ക് നിന്നും കുറെ നല്ല മനുഷ്യന്മാര്, നല്ല പണ്ഡിതന്മാര്, ഉസ്താദുമാര് യാതൊരു തലക്കനവുമില്ലാതെ എളിമയോടുകൂടി ഈ സാധു മനുഷ്യർക്കിടയിലേക്ക് കടന്നു വരുമ്പോൾ സത്യത്തിൽ ഞങ്ങൾക്ക് ആ ഒരു പുസ്തകത്താളുകളിലൂടെ വായിച്ചെടുത്ത പഴയ കാര്യങ്ങളാണ് ഓർമ്മയിലേക്ക് കടന്നു വരുന്നത്. ഏതായാലും അള്ളാഹു ഉസ്താദുമാർക്കും ഈ കൂട്ടായ്മക്കും ഈ കൗസർ കൂട്ടായ്മക്കും ജമിയത്തുൽ ഉലമ ഹിന്ദിനും അതുപോലെയുള്ള അതിന്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്ന മുഴുവൻ ആളുകൾക്കും പ്രത്യേകിച്ച് ഈ സ്ഥലവും സൗകര്യങ്ങളും ഒക്കെ ഇവിടെ ഒരുക്കി കൊടുത്ത പ്രിയപ്പെട്ട നാസർമാർക്ക്, അതുപോലെ ഈ പ്രയാസങ്ങളിൽ ഒരുമിച്ച് കൂടി പല ദിക്കുകളിൽ നിന്നും പല നാടുകളിൽ നിന്നും ഇവിടെ വന്ന് ഒരുപാട് പരിശ്രമിച്ച് പോയ ആളുകളുണ്ട്. ഒരുപാട് തങ്ങളുടെ ജീവിതത്തിന്റെ സമ്പത്ത് കൊണ്ടും അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള എല്ലാ മേഖലകളിലും, ആശുപത്രിയിലാണെങ്കിൽ അങ്ങനെ, മോർച്ചറിയിലാണെങ്കിൽ അങ്ങനെ, മറ്റുള്ള പ്രദേശങ്ങളിലാണെങ്കിൽ അങ്ങനെ എല്ലാ ഭാഗങ്ങളിലും അവരവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പരിശ്രമിച്ച് ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. പല ജാതിയിലും മതങ്ങളിലും പല വിഭാഗങ്ങളിലും പെട്ട കേരളത്തിന്റെ പുറത്തുനിന്നും തമിഴ്നാട്ടിലും കർണാടകത്തിലും അങ്ങനെ പല ദിക്കുകളിൽ നിന്നും ദിവസേന ലോറികളിൽ വസ്ത്രങ്ങളുമായി, പാത്രങ്ങളുമായും, ഭക്ഷണ സാധനങ്ങളുമായി ഒക്കെ വന്ന ഒരുപാട് ചില സമയത്തൊക്കെ അങ്ങനെ പുറത്തു പോകും. കോയമ്പത്തൂര് മാർക്കറ്റിൽ നിന്ന് കുറച്ച് കുട്ടികൾ വന്നു. നമ്മളെ മേപ്പാടി ചുരൽമല റോഡിലുള്ള റിലീഫ് സെല്ലിൽ ഇരിക്കുന്ന സമയത്താണ് ഒരു വണ്ടി നിറയെ സാധനങ്ങളായിട്ട് കുറച്ച് ചെറിയ മക്കൾ, അതിലെ ഏറ്റവും അതിന്റെ ലീഡറായിട്ടുള്ള കുട്ടിക്ക് പ്രായം 18 വയസ്സ്. 18 വയസ്സായ ഒരു ചെക്കന് ഓന്റെ കൂടെ അതേ പ്രായത്തിലുള്ള കുറച്ച് കുട്ടികൾ ഉൽഫത്ത് എന്നാണ് ഇപ്പോഴും നമ്പർ ഞാൻ വാങ്ങിച്ച് ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നത്. ഇപ്പോഴും ഇന്നിടക്ക് ഇങ്ങോട്ട് വിളിക്കുന്നു. എന്താ
എന്താണ് അവിടുത്തെ സ്ഥിതിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ചോദിച്ചാൽ അതാണ് ചോദിക്കുന്നത്. ആ കുട്ടിയുടെ പ്രായം 18 വയസ്സ്. അപ്പം ഒരു ലോറി നിറയെ സാധനങ്ങളായിട്ട് വരിക. അതിൽ ഭക്ഷണ സാധനമുണ്ട്, വസ്ത്രങ്ങളുണ്ട്, പാത്രങ്ങളുണ്ട്. അപ്പൊ നമുക്ക് തന്നെ അത്ഭുതമാണ്. കാരണം 18 വയസ്സുള്ള കുട്ടികളാണ്. അപ്പൊ ചോദിച്ചപ്പോൾ മുക്കട മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് കച്ചവടക്കാരിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഒരു വണ്ടി നിറയെ സാധനമാക്കിയിട്ട് നേരെ വരിക പരിപാടിയിലേക്ക്. അങ്ങനെ വന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അല്ലാഹു ആ ആളുകൾക്കൊക്കെ തന്നെ നമ്മുടെ ഈ യുദ്ധത്തിലുള്ള ഈ നന്മ നിറഞ്ഞ മനസ്സുള്ള ആളുകളുടെ മനസ്സിന്റെ ആ ഒരു കൂട്ടായ്മയുടെ ഫലമായിട്ട് ഈ ആളുകളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അല്ലാഹു അർഹിക്കുന്നതിനേറെ പ്രതിഫലം നൽകുവാനാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു തീവ്രമായ കാലാവസ്ഥയിൽ പരിമിതമായ ഈ ഒരു ചെറിയ സൗകര്യങ്ങളിലുമൊക്കെ ദൂരദിക്കുകളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ നല്ല മനസ്സുകൾക്കും വയനാട് ജില്ലയിലെ വലിയ പ്രവർത്തകർ എന്ന നിലക്ക് നിങ്ങൾക്കതിനുള്ള എല്ലാ ആശംസകളും അഭിവാദ്യങ്ങളും സാധിക്കും. 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ പരിപാടി പൂർത്തീകരിക്കേണ്ടതുണ്ട്. നമ്മൾപ്പെട്ട പല ഉസ്താദന്മാരും കൽപ്പറ്റയിൽ നിന്നും പന്തളത്തേക്കുള്ള ബസ്സിലെ ബുക്ക് ചെയ്തിട്ടുള്ള ബാംഗ്ലൂരിലും മറ്റേ സ്ഥലത്തേക്കൊക്കെ പോകാൻ ഉച്ചവെക്കുക. ബഹുമാനായ മുജീബ് സാഹിബ് മൈലാടി മുസ്ലിം ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ ആലമീൻ. പ്രിയപ്പെട്ട ആദരണീയരായ പണ്ഡിതന്മാരെ, ആദ്യമായി ഞാൻ എല്ലാവർക്കും തന്നെ സ്നേഹിക്കും. നിങ്ങളെ ഈ കൂട്ടായ്മയെ ഞാനും സ്വീകരിക്കുമാറാവട്ടെ. വളരെ അഭിമാനപരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ നൽകുന്നത്. നമുക്കറിയാം, ഒരു കൂട്ടം പണ്ഡിതന്മാർ അവർക്കൊരു ഞാനൊരു ജമാഅത്ത് കമ്മിറ്റിയുടെ ഒരു എളിയ സേവകനും കൂടി ആയതുകൊണ്ട് എനിക്കതറിയാം. ഒരു മുഅല്ലിമിന് എന്ത് മാസം ശമ്പളം കിട്ടുന്നുണ്ട് എന്നുള്ളത്, അതിൽ ഒരു പൈസ മിച്ചം വരുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു മഹത്തായ സംരംഭത്തിൽ നിങ്ങൾക്കതിന് സാധിച്ച അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. നിങ്ങളെ നിങ്ങളുടെയൊക്കെ ദുആയിൽ നിങ്ങളെയൊക്കെ ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു പണ്ഡിതൻ ഞങ്ങളുടെ മഹല്ലിലും സേവനമനുഷ്ഠിക്കുന്ന അതിൻ്റെ ഒരു സന്തോഷവും കൂടി ഞാനിവിടെ പങ്കുവെക്കുകയാണ്. അതിലുപരി എനിക്ക് രണ്ടാമത്തെ ഒരു സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ അറിയാൻ കഴിയും പ്രിയപ്പെട്ട മഹാത്മാരെ കുറിച്ച്. എന്റെ നാടായ മൈലാടിയിൽ 2-3 പ്രാവശ്യം ബഹുമാനപ്പെട്ട നാട്ടുമാർക്ക് വന്നിട്ടുണ്ട് എന്ന് എനിക്ക് നാട്ടുമാർക്ക് നിങ്ങളുടെ ആ മനസ്സിനുണ്ട്. നിങ്ങൾ വല്ലാത്ത മനുഷ്യൻ അള്ളാഹു സ്വീകരിക്കണം. നിങ്ങളെയൊക്കെ അള്ളാഹു ഉന്നതിയിലെത്തിക്ക് മാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് കൂടുതലായൊന്നും തന്നെ സംസാരിക്കുന്നില്ല. ദുആവസ്യത്തോടുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർത്തുകൊണ്ട് നിർത്തുന്നു. മുണ്ടക്കി മഹലിന്റെ ജനറൽ സെക്രട്ടറി സൈദ് റസീം. വേദിയിലുള്ള പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, നമുക്കറിയാം, ഞാൻ മുണ്ടക്കൈ പ്രദേശത്തുള്ള ആളാണ്. ഉരുളപ്പൊട്ടയുടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു, ഉത്ഭവത്തിന്റെ അടുത്ത് തന്നെയായിരുന്നു എൻ്റെ വീട്. ഞങ്ങൾ കുറേ പേര് ഗവൺമെന്റ് ലിസ്റ്റിൽ വന്നു. എന്നാൽ ഗവൺമെന്റ് ലിസ്റ്റിൽ വരാത്ത ഒരുപാട് ആൾ ഇന്നും അവിടെ ജീവിച്ചിരിക്കുന്നു. പാടിയാണ് താമസിക്കുന്നതെന്ന കാരണത്താലാണ് അത്. നമുക്ക് ആ വീട്ടിൽ അവിടെ പോയവർക്കറിയാം, ആ പാടിയുടെ ഉള്ളിൽ നിന്ന് കയറി നോക്കിയാൽ എന്നെ കാണുക അത്രക്കും ചെടിയും മണ്ണും നിറഞ്ഞ് തേയിലത്തോട്ടത്തിൽ പണിയെടുത്ത് ഉണ്ടാക്കിയ സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ട ആൾക്കാരാണ് ഞങ്ങളെ. ഈ ഉരുൾപൊട്ടിയ അന്ന് മുതൽ യഹ്യാക്ക, അതായത് ഗഫൂർ, ഹേംക, അതുപോലെ തന്നെ മമ്മൂട്ടി, ഈ 4 പേരും ഞങ്ങളുടെ ഒപ്പം അന്ന് മുതൽ ഇന്ന് വരെയും
ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെപ്പോലെയുള്ള ഈ സംഘടനയെ കൊണ്ടാണ്. അതിലുപരി നാസർമാനിക്ക നമുക്കറിയാം, എന്ത് സംരംഭം തുടങ്ങണമെങ്കിലും അതിനൊരു നേതൃത്വം വേണം. അദ്ദേഹം ഈ സ്ഥലം കണ്ടെത്തിയതുകൊണ്ടാണ് അൽഹംദുലില്ലാഹ് 29 ഞാൻ മനസ്സിലാക്കുന്ന വീടുകൾ ഇവിടെ ഞങ്ങളവിടുത്തെ ആ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട് എന്നതിൽ വലിയ സന്തോഷമുണ്ട്. കൂടുതലൊന്നും പറയുന്നില്ല, ഇത് പറയാൻ കഴിയുന്നില്ല. കാരണം അത്രയും പ്രയാസപ്പെട്ട ഞങ്ങളെ സഹായിക്കുന്ന നിങ്ങളോട് എത്രമാത്രം നന്ദി പറഞ്ഞാലും എനിക്ക് മനസ്സിലാക്കുന്നതിന് മതിയാവില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്നും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാകും എന്ന ഉറപ്പ് നൽകിക്കൊണ്ട്, പ്രത്യേകിച്ച് നാസർ മൻഖാന്റെ എന്നും ആ നന്ദിയും കടപ്പാടും ഞങ്ങൾക്ക് ഉണ്ടാകുമെന്നും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. പ്രസിദ്ധ എഴുത്തുകാരനും ലേഖകനും ഗ്രന്ഥകാരനും ഒക്കെയായ ബഹുമാന്യനായ മമ്മൂട്ടി എന്നെ അവരുടെ ക്ഷണിക്കുകയാണ്. സംസാരിക്കണില്ല. അൽകൗസർ ഉലമാ കൗൺസിലിന്റെ 3ാമത്തെ ഭവനമാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. 4ാമത്തെ ഭവനം ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാർ അതിന്റെ വാർക്കലെല്ലാം കഴിഞ്ഞ് അതിന്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഈ രംഗത്ത് സേവനം ചെയ്യുന്നതിന് നിങ്ങളുടെയൊക്കെ ദ്വാ ആവശ്യമുണ്ട്. നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഭവനത്തിന്റെ താക്കോൽ നമ്മളിപ്പോൾ നൽകുന്നത് ഒരു സഹോദരി ആസിയ സുൽത്താൻ എന്ന് പറയുന്ന സഹോദരിക്കാണ്. അവരുടെ മോനുണ്ട് ഇവിടെ. മോൻ ഇങ്ങും പോട്ട് വരണം. ഇതിന്റെ താക്കോൽ കൈമാറ്റമാണ്. ആര് കയറിക്കണം? ദാറുൽ കൗസറിന്റെ ജനറൽ കൺവീനർ അൻസാരി മോലെ അവர்கள், ദാറുൽ കൗസറിന്റെ ചെയർമാൻ അബ്ദുൽ നാസർ മോലെ അവர்கள், അതേപോലെ അൽ കൗസർ ഉലമാ കൗൺസിലിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ഉള്ളാട്ടൻ അബ്ദുൽ കുമാർ മോലെ അവர்கள் ചേർന്ന് അൽ കൗസർ ഉലമാ കൗൺസിൽ ഇവിടെ പൂർത്തീകരിച്ച ഭവനത്തിന്റെ താക്കോൽ ദാനം നിർവഹിക്കുന്നതായിരിക്കും. ചെറിയൊരു ദ്വായുണ്ട്. അതിനു മുമ്പ് ബഹുമാനപ്പെട്ട ഗഫൂറുക്കാടെ നന്ദി പ്രകാശിപ്പിച്ചതിന് ശേഷം ഹ്രസ്വമായൊരു ദ്വായുണ്ട്. ബഹുമാനപ്പെട്ട ഹുസൈൻ മോദി കൂടെയുണ്ട്. ഗഫൂറുക്കാടെ നന്ദിക്ക് ശേഷം സംസാരിക്കുന്നില്ല. കണക്ക് പോവാ. ഓർക്കുന്നത് ജൂലൈ 30 എനിക്ക് കുറച്ച് ദിവസമേ അന്ന് വന്നതാണ് ഞാൻ അന്ന് ചെയ്യുന്നത്. ഒരു വർഷമായി തിരിച്ചു പോയിട്ടില്ല.